സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട മലയാളം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് വളരെ പെട്ടെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട മോഡലായിട്ട് വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ സോൾവ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മുടെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങളും ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ഈ അവസാന നിമിഷങ്ങൾ എന്ത് ചെയ്യുക, അത് റിവിഷനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ്: കുട്ടിക്ക് വായനയിലുള്ള താല്പര്യം നിലനിർത്താൻ അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കുട്ടിക്ക് വായനയിലുള്ള താല്പര്യം നിലനിർത്താനായിട്ട് അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻസ് ഓക്കെ: ശക്തമായ ആവശ്യബോധം ഉണർത്തൽ, വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ ആവശ്യപ്പെടൽ, ജിജ്ഞാസ ഉണർത്തൽ, അതുപോലെ കണ്ടെത്തലിൻ്റെ വായനാനുഭവം പ്രദാനം ചെയ്യൽ. അപ്പോൾ ഇതിൽ കുട്ടിക്ക് വായനയിലുള്ള താല്പര്യം നിലനിർത്താൻ അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ്. എന്ന് വെച്ചാൽ താല്പര്യം നിലനിർത്താൻ ചെയ്യേണ്ട കാര്യമല്ല, നിലനിർത്താൻ അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പം 3 ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളായിരിക്കും, ഒരെണ്ണം അതുമായി ബന്ധമില്ലാത്ത സാധനം ഉണ്ടാവും. അപ്പോൾ അത് ഏതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ നെഗറ്റീവ് വേർഡ് ശരിക്കും ശ്രദ്ധിക്കണം. അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നെഗറ്റീവാണത് ക്വസ്റ്റ്യൻ. ഏതാ വരിക? വായനയിലുള്ള താല്പര്യം നിലനിർത്താനായിട്ട് അധ്യാപിക ചെയ്യാൻ പാടില്ലാത്തത് ഏതെന്നാണ്. ഏതാന്ന് വരിക? കിട്ടിയിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്. ശക്തമായ ആവശ്യബോധം ഉണർത്തൽ, വായിച്ച് ഹൃദിസ്ഥമാക്കാൻ ആവശ്യപ്പെടൽ, ജിജ്ഞാസ ഉണർത്തൽ, അതുപോലെ കണ്ടെത്തലിൻ്റെ വായനാനുഭവം പ്രദാനം ചെയ്യൽ. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എന്താ പറയാൻ പറ്റുക? ശരിക്കും ഒന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഒരു സംശയം വേണ്ട. വായിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? മനഃപ്പാഠമാക്കാൻ പറയാൻ പാടില്ല, അല്ലെങ്കിൽ ഹൃദിസ്ഥമാക്കാൻ പറയാൻ പാടില്ല, അല്ലേ? അതെന്തല്ല, വായനയിലുള്ള താല്പര്യം നിലനിർത്താൻ ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വായിച്ച് ഹൃദിസ്ഥമാക്കാൻ ആവശ്യപ്പെടുന്നില്ലാണ് ഇവിടെ ഇതിൽ ഉൾപ്പെടാത്ത കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഭാഷാ പഠന പ്രവർത്തനം അല്ലാത്തത് ഏത്? ഇതും നെഗറ്റീവ് വേർഡാണ്. ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഭാഷാ പഠന പ്രവർത്തനം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, ശരിക്കും ഓപ്ഷൻ നോക്കിയേ: മൗനവായന, നാടകീകരണം, മൈമിങ്, റോൾ പ്ലേ. ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഭാഷാ പ്രവർത്തനം അല്ലാത്തതാണ് കേട്ടോ. ഒരെണ്ണം അല്ല, ബാക്കിയൊക്കെ നമ്മളെ ബോഡി മൊത്തത്തിൽ നിന്ന് ഒരു ആക്റ്റീവ് ആവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസാണ് ഉള്ളത്. 3 അങ്ങനെയുള്ളതാണ്. ഒരെണ്ണം അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ടാവും. അതേതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഏതാ വരുക? മൗനവായന, നാടകീകരണം, മൈമിങ്, റോൾ പ്ലേ. ഒന്നാലോചിച്ച് നോക്കിയാൽ റോൾ പ്ലേ എന്താണ്? നമ്മൾ പിന്നെ ഈ ഏകാഭിനയം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ, അല്ലേ, അല്ല ഒരു അഭിനയം, ഒരു റോൾ, നമ്മൾ ഒരു കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കുന്നു. എന്തായാലും നമ്മൾ ശാരീരിക ചലനപരമായിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ അവിടെ ഉൾപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ അത് അതിൽ ഉൾപ്പെടുന്നതാണ്. മൈമിങ് സംസാരിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. ഒരു തീമിനനുസരിച്ച് നമ്മൾ കൃത്യമായ ആക്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോഡി കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ. നാടകീകരണം മൈമിൻ്റെ ഓപ്പോസിറ്റ്, അല്ലേ, നാടകീകരണം. നമ്മൾ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലേ, എന്തും ആവാത്. പിന്നെ എന്താണ്? മൗനവായന. ഒന്നാലോചിച്ച് നോക്കിയാൽ മൗനവായനക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ശരീരം അനങ്ങാനോ അല്ലെങ്കിൽ ചലിക്കാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിന്നെടുത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വെറുതെ വായിച്ചു പോകാം, അല്ലേ. അപ്പോൾ മൗനവായന എന്നുള്ളതാണ് ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന പ്രവർത്തനം അല്ലാത്തത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് 13ാമത്തെ ചോദ്യം. 13 ഇന്നത്തെ 3ാമത്തെ ചോദ്യം: സംഘപ്രവർത്തനം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങളിൽ പെടാത്തത് ഏത്? എല്ലാം നെഗറ്റീവാണ്. പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. സംഘപ്രവർത്തനം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങളിൽ പെടാത്തത്. അപ്പോൾ സംഘപ്രവർത്തനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് നോക്കാം. പ്രവർത്തനങ്ങളുടെ നേതൃത്വം സ്വയം ഏറ്റെടുക്കുന്നു, സംഘത്തിലെ മറ്റുള്ളവരോട് സഹകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു, വ്യക്തിഗതമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ മികവ്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും സ്വന്തം അഭിപ്രായം അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള 4 സംഘപ്രവർത്തനം വിലയിരുത്തുമ്പോൾ പരിഗണിക്കേണ്ട സൂചകങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് നമ്മൾ ചോദിച്ചത്, അല്ലേ. 3 ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരെണ്ണമല്ല. ഏതാ വരിക? പ്രവർത്തനങ്ങളുടെ നേതൃത്വം സ്വയം ഏറ്റെടുക്കുന്നു. അത് ശരിയാണ്. നമ്മളൊരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിൽ അതിൻ്റെ ലീഡർഷിപ്പ് നമുക്ക് ഏറ്റെടുക്കാം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. സംഘത്തിലെ മറ്റുള്ളവരോട് സഹകരിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ശരിയാണ്, അല്ലേ. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നെക്സ്റ്റ്: വ്യക്തിഗതമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ മികവ്. നമ്മളൊരു സംഘത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വ്യക്തിഗതമായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള അതിനല്ലല്ലോ പ്രാധാന്യം. അപ്പോൾ അത് നമുക്കിവിടെ ഒരു സംശയമാണ്. നെക്സ്റ്റ്: മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ മാനിക്കുകയും സ്വന്തം അഭിപ്രായം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ശരിയാണ്. മറ്റുള്ളവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, നമ്മളെ അഭിപ്രായം നമ്മൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതൊക്കെ കറക്റ്റാണ്, അല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ വരുന്ന അതിൻ്റെ ഭാഗമായി അല്ലാത്തതെന്ന് ചോദിച്ചാൽ ഇതാണ് വരിക. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. 4ാമത്തെ ചോദ്യം: മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയവുമായി യോജിക്കുന്നത് ഏത്? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്നാണ് പറഞ്ഞത്. ആദ്യം നമുക്ക് ഇഷ്ടപ്പെടില്ല, പിന്നെ നമുക്കത് ക്ലിയറായി മാറും. ഏതാണ് നോക്കിയാൽ: അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും, മുതിർന്നവരുടെ ഉപദേശങ്ങൾ പലപ്പോഴും പ്രയോജനകരമല്ല, മുതുനെല്ലിക്ക പോലെ ഉപേക്ഷിക്കേണ്ടവയാണ് മുതിർന്നവരുടെ വാക്കുകൾ, അതുപോലെ മുതിർന്നവരുടെ ചില വാക്കുകൾ എപ്പോഴും കയ്പുള്ളതാണ്.
4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിലെന്താ വരിക? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. നമുക്ക് എന്താ പറയാൻ പറ്റുക? അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും. മുതിർന്നവരുടെ ഉപദേശങ്ങൾ പലപ്പോഴും പ്രയോജനകരമല്ല. മുതുനെല്ലിക്ക പോലെ ഉപേക്ഷിക്കേണ്ടവയാണ് മുതിർന്നവരുടെ വാക്കുകൾ. അതുപോലെ 4ാമത്തെ ഓപ്ഷൻ നമുക്ക് ഏതാ പറയാൻ പറ്റുക? ഒന്നുമില്ല, മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും അല്ലെ. മൂത്തവർ പ്രായം ആയവർ അല്ലെങ്കിൽ അനുഭവ സമ്പന്നർ പറയുമ്പോൾ ആദ്യം നമുക്ക് എന്താണ് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, പിന്നീട് നമുക്ക് എന്താണ് നമ്മൾ ഒരുപാട് അധികം സഹായിക്കും അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഇവിടെ വരിക. കിട്ടിയിട്ടുണ്ടാവും. അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും. ശരിയാണ്. ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് പ്രയോജനപ്പെടും. ഉപജീവന മാർഗ്ഗം മുട്ടുക എന്നർത്ഥമുള്ള ശൈലി ഏത്? ശൈലിയാണ് ഉപജീവന മാർഗ്ഗം മുട്ടുക. നമ്മളെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തോ അത് പോയി അല്ലേ. നോക്കാം. കയ്യിൽ കുത്തുക, കരിവാരി തേക്കുക, കഞ്ഞിയിൽ പാറ്റ വീഴുക, പമ്പരം ചുറ്റിക്കുക. ഇതിലേതാ വരിക? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഉപജീവന മാർഗ്ഗം മുട്ടുക എന്ന അർത്ഥത്തിലുള്ള ശൈലി അല്ലേ. ഏതാ വരിക? ഉപജീവന മാർഗ്ഗം എന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീഴ്ത്തി എന്നൊക്കെ നമ്മൾ പറയാറില്ല അല്ലേ. എൻ്റെ കഞ്ഞിയിൽ പാറ്റ വീണു. ശൈലി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞാണ്, നമ്മൾ ടോപ്പിക്ക് ചെയ്താണ് അതിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മലയാളം ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ പോയാൽ ഒരുപാട് ഈ ശൈലികളുണ്ട്. ശൈലികൾ എന്തായാലും 2-3 ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ. അപ്പോൾ കഞ്ഞിയിൽ പാറ്റ വീഴുക എന്നുള്ളതാണ് ഉപജീവന മാർഗ്ഗം മുട്ടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. കയ്യെഴുത്ത് മാസികയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവന ഏത്? കയ്യെഴുത്ത് മാസികയെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചത്. നോക്കാം. അവ കുട്ടികളുടെ സർഗാത്മക രചനകളുടെ സമാഹാരമാണ്. കുട്ടികൾക്ക് ഗുണപാഠങ്ങൾ നൽകാനുള്ള സ്കൂൾ മേധാവികളുടെ വഴികളിൽ ഒന്നാണ്. എല്ലാ കുട്ടികളും നിർബന്ധമായും പൂർത്തീകരിക്കേണ്ട പ്രവർത്തനമാണ്. അതുപോലെ വാർഷിക എഴുത്ത് പരീക്ഷയുടെ ഭാഗമായി വിലയിരുത്തേണ്ടതാണ്. എന്താ വരുക? കയ്യെഴുത്ത് മാസിക എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് അല്ലേ. എല്ലാവർക്കും അറിയാലോ അല്ലേ. കയ്യെഴുത്ത് മാസിക ഒരുപാട് ആളുകൾ ചെയ്തതാണ്, ചെയ്യിപ്പിച്ചാണ് അല്ലേ, നമുക്കെല്ലാം അറിയുന്നതന്നെ. അതെന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കയ്യെഴുത്ത് മാസിക വെച്ചാൽ എന്താണ്? നമ്മൾ വെറുതെ കുട്ടികളെ പഠനം മീൻസ് അവരുടെ മാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണോ ഒന്നുമല്ലല്ലോ. അല്ല അല്ലേ. ഏതാ വരുക? സംശയമൊന്നും വേണ്ട. അവ കുട്ടികളുടെ സർഗാത്മക രചനകളുടെ സമാഹാരമാണ്. കുട്ടികളുടെ സർഗപരമായിട്ടുള്ള കഴിവുകളാണ് അവിടെ നമ്മൾ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ സർഗാത്മക രചനകളാണ് പ്രത്യേകിച്ചിട്ട്. അവരുടെ കഥകളും കവിതകളും മറ്റുള്ള അവരുടെ ചിത്രങ്ങളും അല്ലേ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ കഴിവുകളുടെ സർഗപരമായിട്ടുള്ള കഴിവുകളാണ് നമ്മളിവിടെ കാണിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അടുത്തത്, സോപാന സംഗീതത്തിലൂടെ ശ്രദ്ധേയനായ കലാകാരൻ ആര്? ഈ തന്ന 4 സോപാന സംഗീതത്തിലൂടെ ശ്രദ്ധേയനായ കലാകാരൻ ആര് എന്നാണ്. ഇതൊക്കെ വന്ന ക്വസ്റ്റ്യൻ ആണ്, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. ഞരളത്ത് രാമപൊതുവാൾ, ഗോവിന്ദ പിഷാരടി, അമ്പാടി നാരായണ പൊതുവാൾ, പല്ലാവൂർ നാരായണൻ. അപ്പോൾ ഇതിൽ എന്താ പറഞ്ഞത്? സോപാന സംഗീതത്തിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള കലാകാരൻ ആര് എന്നാണ് നമ്മൾ ചോദിച്ചത് അല്ലേ. സോപാന സംഗീതത്തിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള കലാകാരൻ ആരെ വരുക? സംശയമൊന്നും വേണ്ട. ആൻസർ വരുന്നത് ഗോവിന്ദ പിഷാരടി അല്ല. ഓപ്ഷൻ എ ഞരളത്ത് രാമപൊതുവാൾ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ. ഞരളത്ത് രാമപൊതുവാൾ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, വൈയക്തികമായ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? വൈയക്തികമായ അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സാഹിത്യ പ്രസ്ഥാനം. റൊമാൻറ്റിസിസം, ക്ലാസിസിസം, മിസ്റ്റിസിസം, അതുപോലെ ഇമേജിസം. ഇതിൽ വൈയക്തികമായിട്ടുള്ള അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സാഹിത്യ പ്രസ്ഥാനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അറിയുന്നവർക്കാണ് വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. വൈയക്തികം എന്ന് കേട്ടാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, വൈകാരികപരമായിട്ട് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക. വൈകാരികമായിട്ട്, വികാരപരമായിട്ട്. അപ്പോൾ ഇതിൽ ഏതാ പറയാൻ പറ്റുക? ഓപ്ഷൻ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം കോഡ് ചെയ്തേ ഉള്ളൂ. ഏതാ പറയാൻ പറ്റുക? ഒന്നുമില്ല, റൊമാൻസ് ആണ്, റൊമാൻറ്റിസിസമാണ്. ഓക്കെ. അപ്പോൾ വൈയക്തികമായിട്ടുള്ള അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സാഹിത്യ പ്രസ്ഥാനം റൊമാൻറ്റിസിസമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഉല്ലേഖ ഗായകൻ എന്ന് പ്രകീർത്തിക്കപ്പെട്ട കവി ആര്? ഉല്ലേഖ ഗായകൻ. കുമാരനാശൻ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ഇവരിൽ ആരാണ് ഉല്ലേഖ ഗായകൻ എന്നാണ് ചോദിച്ചത്. ഉല്ലേഖ ഗായകൻ ആരാണ്? എല്ലാവർക്കും അറിയുന്നതിനായിരിക്കും. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ. ഉല്ലേഖ ഗായകനാണ്, ഒരു സംശയം വേണ്ട. ഇവിടെ സ്റ്റാർട്ടിങ് ഏതാ? ഊ അല്ലേ. അപ്പോൾ ഊല് തുടങ്ങുന്ന പേര് നോക്കിയേ, ഏതാണ്? ഒന്നും സംശയമില്ല, ഉള്ളൂരാണ്. ഓക്കെ. അപ്പോൾ ഉല്ലേഖ ഗായകൻ ഉള്ളൂർ. ഓക്കെ. ഇതാ ഉല്ലേഖ ഗായകനാണ്, ഉല്ലേഖ ഗായകൻ ഇങ്ങനെ തുടങ്ങും അല്ലേ. ഉല്ലേഖ ഗായകൻ. ഉള്ളൂർ ഇതാ ഇതേപോലെ തന്നെ ഉള്ളൂർ. അപ്പോൾ എല്ലാവരും ഉല്ലുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഉല്ലേഖ ഗായകൻ എന്ന് പറഞ്ഞാൽ ഉള്ളൂരാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ. ഉല്ലേഖ ഉള്ളൂർ, ഉല്ലേഖ ഗായകൻ ഉള്ളൂർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടുതൽ ചെയ്ത് പഠിക്കുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ആചാരാനുഷ്ഠാനങ്ങൾ വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന പേരെന്ത്? ആചാരാനുഷ്ഠാനങ്ങൾ, ഒരു മിനിറ്റ് കുറച്ച് സൈസ് കൂട്ടാം. ഓക്കെ. ആചാര അനുഷ്ഠാനങ്ങൾ വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നത്, വിഗ്രഹിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ അല്ലേ. അതിനൊന്നും കൂടി നമ്മൾ ഒന്നുകൂടി വൃത്തിക്ക് പറഞ്ഞാൽ വിഗ്രഹിച്ചെഴുതുക, വിഗ്രഹിക്കുക. ഓക്കെ. എന്താണ് വരിക? ആചാരാനുഷ്ഠാനങ്ങൾ എന്നുള്ളതിനെ കുറച്ചും കൂടി നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാമെന്നാണ് ചോദിക്കുന്നത്. ക്ലിയർ? ഏതാ വരുക? ആചാരങ്ങളുടെ അനുഷ്ഠാനം, ആചാരങ്ങളിലെ അനുഷ്ഠാനങ്ങൾ, ആചാരത്തോടെയുള്ള അനുഷ്ഠാനം, അതുപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ആചാര അനുഷ്ഠാനങ്ങൾ എന്നുള്ളതുകൊണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആചാര അനുഷ്ഠാനങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്?
വിഗ്രഹിച്ചെഴുതുക എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഓക്കെ, 1 അല്ലെ ബാക്കിയുള്ളവർക്കാണെങ്കിൽ 2. ഓക്കെ, അപ്പോൾ ആചാര അനുഷ്ഠാനങ്ങൾ വിഗ്രഹിച്ചാൽ എന്ത് വരും? ഒരു സംശയം വേണ്ട. ആചാര അനുഷ്ഠാനങ്ങൾ എന്ന് വെച്ചാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഓക്കെ, 4 ഓപ്ഷൻ ഡി, 4ാമത്തെ ഓപ്ഷനാണ് ശരി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. അപ്പോൾ അതിനെ വിഗ്രഹിച്ചെഴുതി നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക, വിപുലീകരിച്ചെഴുതുക എന്നൊക്കെ പറയും, ഇങ്ങനെയാണ് കിട്ടുക. അടുത്തത് അതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ, മൂല്യാധിഷ്ഠിതം എന്നുള്ള പദം വിഗ്രഹിച്ചാൽ നമുക്ക് എന്ത് വരും? മൂല്യാധിഷ്ഠിതം. നിങ്ങൾ ആദ്യം ഓപ്ഷൻ വായിക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ഒന്ന് ആലോചിച്ച് നോക്ക്. മൂല്യാധിഷ്ഠിതം എന്താണ് ഉദ്ദേശിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. എന്താണ് മൂല്യാധിഷ്ഠിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മൂല്യത്തിൽ എന്തോ ആണ് അല്ലേ? ഓപ്ഷൻ നോക്കിയേ. മൂല്യത്താൽ അധിഷ്ഠിതമാകാവുന്നത്, മൂല്യപരമായി അധിഷ്ഠിതമാവുന്നത്, മൂല്യത്തിൽ അധിഷ്ഠിതമായത്, അതുപോലെ മൂല്യവും അധിഷ്ഠിതവും. ഏതാ വരുക? മൂല്യാധിഷ്ഠിതം എന്ന് വെച്ചാൽ എന്താണ്? മൂല്യമുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ഒരു സംശയം വേണ്ട, ആൻസർ ഓപ്ഷൻ ഡി ശരിയല്ല. ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മൂല്യത്തിൽ അധിഷ്ഠിതമായത് എന്നുള്ളതാണ് മൂല്യാധിഷ്ഠിതം. ആചാര അനുഷ്ഠാനം എന്ന് വെച്ചാൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഓക്കെ, അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരാം നമുക്ക്. 7ാമത്തെ ചോദ്യം, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിനു ജീവിത പലഹാരം എന്നെഴുതിയ കവി ആര് എന്നാണ് ചോദ്യം. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം എന്നുള്ള ഈ ഒരു വരി എഴുതിയത് ആര്, അല്ലെങ്കിൽ ഇത് എഴുതിയ കവി ആര് എന്നാണ് ചോദ്യം. വൈലോപ്പിള്ളി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, എ അയ്യപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ. ഇവരിൽ ആരാണ് ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം എന്ന് പറഞ്ഞ ഈ ഒരു കവിത, ഒരു ഭാഗമാണ്, ഒരു കവിതയുടെ വരികളാണ്, ആരാണ് എഴുതിയത്? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ഉല്ലേഖ ഗായകൻ ഉള്ളൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് കോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതാ വരുക? ഒരു സംശയം വേണ്ട. ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ, ഇടയ്ക്ക് ഇതാ, ഒന്നും വേണ്ട, ഇതാ ഇടശ്ശേരി, 2ലും ഇടയുണ്ട്. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെ എന്തൊരു ജീവിത പലഹാരം, ഇടയ്ക്ക് കണ്ണീരുപ്പ്, അപ്പോൾ ആരാണ്? ഇടശ്ശേരി. ഓക്കെ, അപ്പോൾ ഇട ക്ലിയർ. അപ്പോൾ കണ്ണീരുപ്പ് ഇടശ്ശേരി, ഇടയ്ക്ക് കണ്ണീരുപ്പ് ഇടശ്ശേരി. ക്ലിയർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, മറക്കാൻ പാടില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഇടശ്ശേരി. അടുത്തത്, കണ്ടിട്ടില്ല ഞാനീ വിധം മലർ ചെണ്ട് പോലൊരു മാനസം, എന്തൊരദ്ഭുത പ്രേമ സൗരഭം, എന്തൊരാദർശ സൗഭകം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം, ഈ കാവ്യഭാഗത്തെ ഓരോ വരിയിലും 2ാമത്തെ അക്ഷരം ആവർത്തിച്ചിരിക്കുകയാണല്ലോ. ഈ പ്രത്യേകതയ്ക്ക് പറയുന്ന പേര് എന്ത് എന്നാണ് ചോദിച്ചത്. ഇതിൽ ഓരോ വരിയിലും എന്ത് ചെയ്തിട്ടുണ്ട്? 2ാമത്തെ അക്ഷരം ആവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കിയേ, ആദ്യത്തെ 2 നോക്കിയേ. കണ്ടിട്ടില്ല ഞാനീ വിധം മലർ ചെണ്ട് പോലൊരു മാനസം അല്ലേ, ഇതാ 2ാമത്തെ അക്ഷരം ഇണ്ട, ഇവിടെ ചെണ്ട് ഇണ്ട. ക്ലിയർ ആണല്ലോ. അടുത്തത്, എന്തൊരദ്ഭുത പ്രേമ സൗരഭം, എന്തൊരാദർശ സൗഭകം. ഇവിടെ നോക്കിയാൽ കഴിഞ്ഞിട്ട് 2ാമത്തെ എന്തോ അല്ലേ. അപ്പോൾ കാവ്യഭാഗത്തെ ഓരോ വരിയിലെയും 2ാമത്തെ അക്ഷരം ആവർത്തിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ. 2ാമത്തത് ആവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ പറയുന്ന ഈ പ്രത്യേകതയ്ക്ക് പറയുന്ന പേരെന്തെന്നാണ് ചോദിച്ചത്. നോക്കിയേ, യമകം, അനുപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യപ്രാസം. ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യപ്രാസം. അപ്പോൾ ഇവരിൽ എന്താണ് ഈ വരികളുടെ ഈ ഒരു പ്രത്യേകത എന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ചെയ്ത് വരുക. എല്ലാത്തിലും 2ാമത്തെ അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? 2ാമത്തത്. എന്താണ്? പ്രാഥമികം, ദ്വിതീയം. 2ന് ദ്വിതീയമല്ലേ. അപ്പോൾ ദ്വിതീയ അക്ഷര പ്രാസം ഒപ്പിക്കൽ കേട്ടോ. ദ്വിതീയ അക്ഷരം, 2ാമത്തെ അക്ഷരം. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, ദ്വിതീയ അക്ഷര പ്രാസം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ചുട്ടെഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ചുട്ടെഴുത്ത് എന്ന വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചുട്ടെഴുത്ത് എന്നാണ് എന്ത് കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത്. വട്ടെഴുത്ത് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ചുട്ടെഴുത്ത് എന്താണ് അല്ലേ? ചുട്ടെഴുത്ത് എന്നുള്ള വിഭാഗത്തിൽ പെടാത്ത അക്ഷരം ഏത് എന്നാണ്. ആ, ഇ, എ, ഓ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ക്ലിയർ. അപ്പോൾ എന്താണ്, കേട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ട് എന്താണ് ചുട്ടെഴുത്ത് എന്നില്ല അല്ലേ. ചുട്ടെഴുത്ത് എന്നുള്ള ഭാഗം കൊണ്ട്, കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. ചുട്ടെഴുത്ത് വെച്ച് നമ്മൾ സാധാരണ ചൂണ്ടുക എന്നുള്ള അർത്ഥം വരുന്നതാണ് കേട്ടോ. ചൂണ്ടുക എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചുട്ടെഴുത്ത് എന്ന് പറയുന്നത്. ചൂണ്ടുക, ഒരാളെ അല്ലെങ്കിൽ ഒരു ആളുകളെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇവിടെ വരുന്നത് ഈ ചുട്ടെഴുത്ത് എന്നുള്ള ഭാഗത്ത് വരുന്ന അക്ഷരങ്ങൾ പൊതുവേ ഏതൊക്കെയാണെന്ന് അറിയോ? അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഒന്ന്, ചുട്ടെഴുത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ഒന്ന് ആയാണ്. ആ എന്ന് പറയുന്ന ചുട്ടെഴുത്താണ്. അടുത്തത് ഇ ആണ്. പിന്നെ വരുന്നത് എ ആണ്. ഇത് മൂന്നും എന്താണ്? ചുട്ടെഴുത്ത് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന അക്ഷരങ്ങളാണ്. ഇത് ഉദ്ദേശിക്കുന്നത് ചൂണ്ടുക എന്നുള്ള മീനിങ്ങിലാണ്. അതായത് ആ എന്നുള്ള നമ്മളിപ്പോൾ അത് നമ്മൾ പറയണ്ടേ, അത് അല്ലേ. ഈ എന്നുള്ള നമ്മളിതാ ഇത് ഇങ്ങനെ പറയാറുണ്ട്. ഇത് എ എന്ന് വെച്ചാൽ എന്താണ്? ഏത് അല്ലേ. ആ രീതിയിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്. അത് ഇത് എന്നൊക്കെയുള്ള മീനിങ് അങ്ങനെ ഉൾപ്പെടാറുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് സിമ്പിളായിട്ട് അങ്ങനെ മനസ്സിലാക്കിയത് അതാണ് ചുട്ടെഴുത്ത്, ചൂണ്ടുക എന്നുള്ളൊരു മീനിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും മനസ്സിലാക്കുക? ആ, ഇ, എ എന്നുള്ളതാണ് അവിടെ ചുട്ടെഴുത്തായിട്ട് വരുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഉണ്ട്, ഇ ഉണ്ട്, എ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഉൾപ്പെടാത്തതാണ് ഓ ആണ്. അപ്പോൾ ഇതാണ് ചുട്ടെഴുത്തിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്നത്തെ അവസാന ചോദ്യമാണ്. നമ്മൾ ആദ്യം 5 ഡിസ്കസ് ചെയ്ത്, ഇപ്പോൾ ഇത് 10ാമത്തത്. അപ്പോൾ 10, 5, 15. ദാരിദ്ര്യത്തിലുമുള്ള ആഡംബര ഭ്രമത്തിനെ കളിയാക്കുന്ന വരികൾ ഏവ? ദാരിദ്ര്യത്തിലുമുള്ള ആഡംബര ഭ്രമത്തിനെ കളിയാക്കുന്ന വരികൾ ഏതെന്നാണ് ചോദിച്ചത്.
ഓപ്ഷൻസ് നോക്കാം. മരം എത്ര വളർന്നാലും വേരറ്റാൽ വീണു പോയിടും. പിടിക്കും ദീനം എന്നോർത്ത് കിടക്കാറില്ലാരുമേ. അരിമണി ഒന്ന് കൊറിക്കാനില്ല, തരിവളയിട്ട് കിലുക്കാൻ മോഹം. ചൂട്ട് കത്തിച്ച് കാട്ടിയിടിൽ കടൽ വെള്ളം തിളയ്ക്കുമോ. എന്നിങ്ങനെ 4 വരികൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ദാരിദ്ര്യത്തിലുമുള്ള ആഡംബര ഭ്രമമാണ്. നമുക്കൊന്നുമില്ല, തിന്നാനുമില്ല, ഒന്നിനും നമുക്ക് ഒരു കയ്യിൽ ഒന്നുമില്ല, എന്നാലും നമുക്ക് എന്തുവാണ് ലക്ഷറി ലൈഫിനെ കുറിച്ചാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യത്തെ പിന്നെ കളിയാക്കുന്ന രീതിയിലുള്ള വരി ഏതെന്നാണ് ചോദിച്ചത്. സംശയമൊന്നും വേണ്ട, ഏതാണ് വരിക കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ഓപ്ഷൻ സി തന്നെയാണ്. അരിമണി ഒന്ന് കൊറിക്കാനില്ല, തിന്നാനൊന്നുമില്ല, ചാക്കാനൊന്നുമില്ല, എന്നിട്ട് നമുക്ക് എന്താണ് തരിവളയിട്ട് കിളിക്കാൻ മോഹം അല്ലേ, അത് വാങ്ങിക്കണം എന്നുള്ളതാണ് കേട്ടോ. അവർ മീനിങ് ഒരു ആഡംബരത്തെ കളിയാക്കുന്ന രീതിയാണ് കേട്ടോ. ദാരിദ്ര്യ സമയത്തുള്ള ആഡംബരം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ചോദ്യങ്ങൾ. ഇന്നിപ്പോൾ 15 ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ 15 നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം എന്നെ നിർബന്ധമായിട്ട് അറിയിക്കണം. വരും ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷനായിട്ട് നിങ്ങൾ മാക്സിമം പ്ലേ ലിസ്റ്റൊക്കെ പോയിട്ട് ഒന്ന് കണ്ട് മനസ്സിലാക്കി കേട്ട് പഠിക്കുക. കേട്ട് പഠിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നും പേടിക്കണ്ട, 30 നമുക്ക് എന്തായാലും 25-ന് മുകളിലേക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, പറ്റും മലയാളത്തിൽ, ഒരു സംശയവും വേണ്ട. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാര്യങ്ങളായിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് പഠിക്കാൻ നോക്കണം. പരമാവധി ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, അതൊക്കെ നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താം. ഓക്കെ, താങ്ക് യു.